ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് കാണാം. ഇവിടെ നമ്മൾ റേറ്റും തുണി എത്രയുണ്ടെന്നുള്ളതിൻ്റെ അളവുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു സെറ്റ് നമ്മൾ എടുക്കുമ്പോൾ 599, 2, 3, 4 എടുക്കുമ്പോൾ അതനുസരിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരും. 5 പീസാണ് ഹോൾസെയിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 550 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കണമെന്നുള്ളവർ അവരുടെ അഡ്രസ്സ് നമുക്ക് അയച്ചു തരിക. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അതുകൂടെ അയച്ച് തന്നാൽ നമ്മൾ അതുകൂടെ വെച്ചിട്ട് അവർക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് കാണാം. ആദ്യം എടുത്തിരിക്കുന്നത് ഇതേപോലെ ബ്ലാക്കും ആഷും ഷെയ്ഡിൽ വരുന്നതാണ്. പിന്നെ തുണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഒരുപാട് ഇങ്ങനെ പഞ്ഞി പോലെ ആയിട്ട് കുറച്ച് പ്രാവശ്യം അലക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കീറിപ്പോകുന്ന ടൈപ്പുള്ള തുണിയല്ല. കുറച്ച് കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണിത്. നിങ്ങൾ അന്നേരം ഓർക്കും ഇത് പിടിച്ചു നോക്കുമ്പോൾ ഇത് കോട്ടൺ അല്ല എന്ന്. പക്ഷേ വാഷ് ചെയ്യുമ്പോൾ കോട്ടൺ ആവും, നല്ല സോഫ്റ്റ് ആവും. ഇത് നന്നായിട്ട് പശ മുക്കിയത് കൊണ്ടാണ് ഇതിങ്ങനെ കട്ടിയായിട്ട് തോന്നിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ് ഷോള് തീരെ അങ്ങ് പഞ്ഞി പോലൊന്നും ആവത്തില്ല. കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന നല്ല ഷോളാണ്. ഞാനിത് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എല്ലാവരും യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. കളർ പോവോ അങ്ങനെ ഒത്തിരി പെട്ടെന്ന് അഴുക്കായി പോവോ ഒന്നും ചെയ്യാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. ഒരുപാട് പഞ്ഞി പോലത്തെ കോട്ടൺ മെറ്റീരിയൽസ് ഇടാൻ നമുക്ക് സുഖമാണെങ്കിൽ നമുക്കത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോന്നും ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതൊരു റോസും മജന്തയും കൂടെ വരുന്നതാണ്. എല്ലാം നല്ല കളേഴ്സ് നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടൊന്നും മോശം മെറ്റീരിയൽസ് വരത്തില്ല. എന്തെങ്കിലും ഡൾ കളറായിട്ടുള്ളതാണെങ്കിൽ ഞാനത് കാണിക്കത്തില്ല. അത് ഞാൻ തിരിച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല മെറ്റീരിയൽസാണ്, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് പോസ്റ്റലായിട്ട് നമുക്ക് തിരിച്ചയച്ച് തന്നാൽ മതി. പക്ഷേ പ്രശ്നമൊന്നുമില്ല, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവർക്കൊന്നും നമ്മൾ തിരിച്ചെടുക്കത്തില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളത് തന്നെ സെലക്ട് ചെയ്ത് നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഇതേപോലെ നേവി ബ്ലൂ ആണ്. അതിൽ ലൈറ്റ് കളറ് ബ്ലൂ വരുന്നതും ഇതുപോലെ ഇങ്ങനെ ഒരു യെല്ലോ ടിൻ ഷെയ്ഡുണ്ട് ഇതിനകത്ത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ്. ഇതേപോലെ ഫുള്ള് ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളത് തന്നെ നോക്കി സെലക്ട് ചെയ്യുക. ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തിരിച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വേണം ഫോട്ടോസ് അയക്കാനായിട്ട്. എല്ലാവരും ഇതിൻ്റെ ഏറ്റവും ബാക്ക് പീസിൻ്റെ ഭാഗം ഫോട്ടോ എടുക്കും. എനിക്കത് ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ പെട്ടെന്ന് ഓർഡർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പിന്നീട് നോക്കേണ്ടി വരും. അത് ഏത് മെറ്റീരിയലാണെന്ന് മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് സൈഡ് തന്നെ ഫോട്ടോ അയക്കാൻ പറയുന്നത്. പിന്നെ ആരും കോൾ ചെയ്യരുത്. കോൾ ചെയ്താൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നൈറ്റി മെറ്റീരിയൽസും ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും എല്ലാം ഓർഡർ എടുക്കുന്ന ദിവസങ്ങളിൽ ഭയങ്കര കോൾസാണ് വരുന്നത്. പക്ഷേ അന്നേരം നമുക്കത് ഓരോരുത്തർക്കും കൂട്ടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണക്ക് തെറ്റിപ്പോകും. കോൾസ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആരും കോൾ ചെയ്യരുത്. എല്ലാവരും വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഓരോരുത്തരെ നോക്കും. എപ്പോഴും ഞാൻ ഓൺലൈൻ തന്നെയുണ്ട് സെയിൽ ചെയ്യുന്ന ദിവസം. നമുക്കത് കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ നോക്കി പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും ഞാൻ ചിലപ്പോൾ നോക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അതായത് ഇങ്ങനെ ബ്ലാക്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്നത്, ചന്ദന കളർ പോലെ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പും നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഡിസൈൻസാണ് അത് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഒലീവ് ഗ്രീൻ കളറിൽ വൈറ്റാണ് ഫ്ലവറിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിങ്ങനെ ചരിഞ്ഞ് വരുന്ന ഒരു വര പോലെ വരുന്ന പാൻറ്റിൻ്റെ പീസാണ്. അടുത്ത് വരുന്നത് ഒരു കോഫി ബ്രൗണിൽ ഇതുപോലെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറേ സമയമൊന്നും ഷാമ്പൂവിൽ മുക്കി വെക്കുക, അതല്ലെങ്കിൽ സോപ്പ് പൊടി മുക്കി വെക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ജസ്റ്റ് വാഷ് ചെയ്ത് വേഗം എടുക്കുക എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ കോട്ടൺ കഴിവതും വാഷിംഗ് മെഷീനിലിട്ട് അലക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും. അടുത്തത് ഇതുപോലെ വൈറ്റിൽ ഒരു പിങ്കല്ല, ശരിക്കും ഒരു മജന്ത പോലെ പിങ്ക് പോലെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. പാൻറ്റ് വരുന്നത് ഇതേപോലെ ആയിരിക്കും. ഫുള്ളിങ്ങനെ ഇലകളുടെ ഒരു ഡിസൈൻ പോലെ ലൈൻ പോലെ വരുന്നതിനെ. അപ്പോൾ എല്ലാത്തിനും 599 എത്ര എണ്ണം എടുക്കുന്നത് അത് ഫോട്ടോ നിങ്ങൾ അയച്ചു തരിക. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് ചോദിക്കുക. എല്ലാ പീസും ഇങ്ങനെ അയച്ചു തന്നിട്ട് ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര ടോട്ടൽ എമൗണ്ട് അയക്കാൻ പറ്റത്തില്ല. കാരണം എത്ര പീസ് എടുക്കുന്നതെന്ന് അറിയത്തില്ല. എത്ര പീസ് എടുക്കുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് പറയണം. അതിൻ്റെ ഫോട്ടോയാണ് അയച്ചു തരേണ്ടത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പറയുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടുകയും ചെയ്യും.
പിന്നെ ഒരു മെസ്സേജ് അയയ്ക്കുക, വെയിറ്റ് ചെയ്യുക. കൂടുതൽ നോക്കുന്നില്ല മേഡം റിപ്ലൈ തരൂ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് വീണ്ടും മേളിലേക്ക് പൊങ്ങിപ്പോകും. ഞാൻ ഏറ്റവും താഴെ മുതലുള്ള മെസ്സേജസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും വീണ്ടും പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം എടുക്കും പിന്നീട് അത് നോക്കാൻ വേണ്ടി. അതുകൊണ്ട് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും അടങ്ങി ഒറ്റ മെസ്സേജ് അയയ്ക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ നോക്കുന്നതായിരിക്കും. ഇതേപോലെ ബ്രൗൺ ഷെയ്ഡാണ് ഇപ്പോൾ കാണിച്ചത്. ഇത് ഒരു ബീട്രൂട്ട് ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതേപോലെ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് പാൻറ്റും ഷോളും വരുന്നത്. ഇതേപോലെ ഫുള്ളായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഇങ്ങനെ മടക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. പിന്നെ ചിലരൊക്കെ സെയിൽ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് അഴിച്ച് ഞാൻ കാണിക്കാത്തത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ അതായത് നമുക്ക് പിക്ചറും ഉണ്ട്, അത് നമ്മൾ അയച്ചു തരാനായിട്ട് പറഞ്ഞാൽ മതി. വാട്സപ്പിൽ നിങ്ങൾ അയച്ചു തരാൻ പറയുകയാണെങ്കിൽ ഞാനത് അയച്ചു തരും. പിന്നെ നമ്മുടെ കാറ്റലോഗിൽ നോക്കിയാൽ മതി. ഇതിങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്, നിറച്ചൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ ഒരു പിങ്ക് ഷെയ്ഡ് പോലെ വരുന്നതാണിത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണിത്. ഷോള് വരുന്നത് ഇതേപോലെയാണ്, പിങ്ക് ഷെയ്ഡിൽ ബോട്ടം വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് കുത്തുന്ന പോലുള്ള കളറല്ല, ഒരു നോർമൽ കളറാണ്. ഇത് എപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുള്ള ഒന്നാണ് കേട്ടോ. ഒരു വൈൻ ഷെയ്ഡിൽ വയലറ്റ് പോലെ വരുന്ന ദുപ്പട്ടയും ബോട്ടവുമാണ് വരുന്നത്. അടുത്ത് വരുന്ന ഇതേപോലെ ഒരു ലൈൻ പോലെ വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. നമ്മളങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലല്ല, അല്ലാതെ ഇങ്ങനെ കണ്ടോ ബോട്ടമാണ് ഇതേപോലെ വരുന്നത്. ഒരു പ്രത്യേകതരം ഷെയ്ഡാണ് കേട്ടോ. അടുത്ത ഇതുപോലെ ഒരു ബോട്ടിൽ ഗ്രീനാണ്, അതിൽ ഓഫ് വൈറ്റ് ദുപ്പട്ടയും ബോട്ടവും വരുന്നതാണ്. അടുത്ത വരുന്നത് ഇതേപോലെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ആൻഡ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതേപോലെ വരകൾ ഉള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ചിലതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ ഫോട്ടോയിൽ അത് എടുത്തറിയിക്കത്തില്ല. ചിലത് ഫോട്ടോയിൽ കാണാൻ നല്ലതായിരിക്കും, ചിലപ്പോൾ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കണമെന്നുമില്ല. അതുകൊണ്ട് തിരിച്ചു മറിച്ചും ഒക്കെ ചിലപ്പോൾ വരാം. ഇത് ആഷും ഒരു കോഫി ബ്രൗണും ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അടുത്ത വരുന്നത് ഇതേപോലെ ടോപ്പിൽ ഫുൾ ഇതേപോലെ വർക്കുണ്ട്. ഷോളും ബോട്ടും എല്ലാം നിറയെ വർക്കുള്ള ഒരു ടൈപ്പാണിത് കേട്ടോ. കണ്ടോ ബോട്ടം നല്ല ഭംഗിയാണ്. ബോട്ടം എല്ലാ മെറ്റീരിയലിൻ്റെയും ബോട്ടം ഒരു പ്രത്യേകതയുള്ളതാണ്, നല്ല ഭംഗിയാണ്. അടുത്ത വരുന്നത് മെറൂണാണ്. മെറൂണിൽ ഒരു ഓഫ് വൈറ്റ് പോലെ വരുന്ന ഫ്ലവർ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ കളറല്ലേ ഇഷ്ടം, അതുകൊണ്ട് എല്ലാ കളറിനും മിക്സായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ കൂടുതലും ഞാനങ്ങനെ യെല്ലോ ആണ് കൊണ്ടുവരാൻ മടിക്കുന്നത്. അത് എത്രത്തോളം പോകുമെന്ന് അറിയത്തില്ല, എങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് 2-3 പ്രാവശ്യം യെല്ലോ ഞാൻ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സെയിലായിട്ടുണ്ട് കേട്ടോ. എന്നാലും കൂടുതലും ഞാൻ അങ്ങനെ എടുക്കാറില്ല, യെല്ലോയും റെഡും ഒക്കെ. അപ്പോൾ അത് വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ, അപ്പോൾ അത് നമ്മൾ കൊണ്ടുവരും. അടുത്ത് വരുന്ന ഇതേപോലെ ഒരു ഓറഞ്ചിൽ വൈറ്റ് വരുന്ന ഒരു ഷെയ്ഡ് പോലെയാണ്. ഇത് ഒരു ഒനിയൻ പിങ്ക് പോലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് കറക്റ്റ് മജന്ത അല്ല, നമുക്കിത് മജന്തയാണെന്ന് തോന്നും. ഫോട്ടോയിൽ ഒരു മജന്തയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ മജന്തയല്ല, ഒരു വേറൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ്. ഇതിൻ്റെ ഷോളും ബോട്ടും നല്ല ഭംഗിയാണ്. ഇതേപോലെ ചെറിയ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റലോഗിലുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. കാറ്റലോഗിൽ നോക്കാമെങ്കിൽ നൈറ്റി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാം, ചുരിദാർ മെറ്റീരിയൽസും എല്ലാം കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക, അതല്ലെങ്കിൽ കാറ്റലോഗ് നോക്കുക. പിന്നെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കൂടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നൈറ്റി മെറ്റീരിയൽസ് 10 പീസ് എടുക്കുമ്പോഴേ ഹോൾസെയിൽ പ്രൈസ് കിട്ടത്തുള്ളൂ. അതും ഇതും കൂടെ മിക്സ് ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ പ്രൈസിന് തരത്തില്ല. നൈറ്റി മെറ്റീരിയൽസ് 10 പീസും ചുരിദാർ മെറ്റീരിയൽസ് 5 പീസുമാണ് ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്.
പിന്നെ അത് ഒരുമിച്ചെടുക്കുമ്പോൾ കുറച്ച് പോസ്റ്റലിൽ ഞാൻ ഒരു 10-20 രൂപയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ചുരിദാർ മെറ്റീരിയൽസ് നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് പോകും. എന്തായാലും പോസ്റ്റൽക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് എമൗണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ബൈ.